സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. കുഞ്ചാക്കോ ബോബൻ ചിത്രമായ സത്യം ശിവം സുന്ദരം കണ്ട പ്രേക്ഷകരാരും അതിലെ വിജയലക്ഷ്മി എന്ന നായികയെ മറക്കാനിടയില്ല. ഇതിൽ പുതുമുഖമായി എത്തിയ നീണ്ട മുടിയുള്ള സുന്ദരിക്ക് അന്ന് ഏറെ ആരാധകർ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒന്നോ രണ്ടോ ചിത്രങ്ങൾ അഭിനയിച്ച അശ്വതിയെ പിന്നീട് ആരും കണ്ടില്ല. ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അശ്വതി. ഫഹദ് ഫാസിലിന്റെ റോൾ മോഡൽസ് എന്ന ചിത്രത്തിലൂടെയാണ് ഒരു വർഷം മുൻപ് താരം തിരികെ എത്തിയത്. പിന്നീട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ രജിഷ വിജയന്റെ അമ്മ വേഷത്തിൽ ജൂൺ എന്ന ചിത്രത്തിലും താരം എത്തുന്നുണ്ട്. ജൂണിന്റെ ടീസറിനൊപ്പം അശ്വതിയും ശ്രദ്ധ നേടുകയാണ്. ഹിറ്റ് ചിത്രമായ സത്യം ശിവം സുന്ദരത്തിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായിട്ടാണ് അശ്വതി സിനിമയിലേക്ക് എത്തിയത്. ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടി. തെരുവിലെ അന്ധഗായകരായ കൊച്ചിൻ ഹനീഫയുടെയും ഹരിശ്രീ അശോകന്റെയും സഹോദരിയായാണ് അശ്വതി വേഷമിട്ടത്. റാഫി മെക്കാട്ടിനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പിന്നീട് ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ വേഷമിട്ടെങ്കിലും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കാത്തതിനാൽ അശ്വതി സിനിമയിൽ നിന്നും പിൻവാങ്ങി. പിന്നീട് വിവാഹം കഴിഞ്ഞ് സന്തോഷകരമായി ജീവിക്കുന്നതിനിടയിലാണ് സിനിമയിലേക്ക് തിരികെ എത്താം എന്ന് അശ്വതി ചിന്തിക്കുന്നത്. തുടർന്നാണ് തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ സംവിധായകനായ റാഫിയെ താരം ഫോണിൽ വിളിക്കുന്നതും റാഫിക്ക് തൻ്റെ ഫഹദ് ചിത്രമായ റോൾ മോഡൽസിൽ അശ്വതിക്ക് വേഷം നൽകുന്നതും. പിന്നീട് ഇപ്പോൾ അൻവർ റഷീദിന്റെ ഫഹദ് ഫാസിൽ ചിത്രമായ ട്രാൻസിൽ സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അശ്വതി. 5ഉം 10ഉമല്ല 18 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ടാണ് അശ്വതി സിനിമയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഇടക്കാലത്ത് സിനിമയിൽ ഇല്ലാതിരുന്നിട്ടും ഇന്നും താരത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വിവാഹത്തിനു ശേഷം നാടകവും നൃത്ത പരിപാടികളുമൊക്കെയായി അശ്വതി സജീവമായിരുന്നു. സിനിമയിലേക്ക് തിരിച്ചു വരുന്നതിൽ കുടുംബാംഗങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. സുഹൃത്തുക്കളും ശക്തമായ പിന്തുണയാണ് നൽകിയത്. സിനിമയിൽ സജീവമായിരുന്നില്ലെങ്കിലും നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു. ജോലിയും അഭിനയവും ഒക്കെയായാണ് മുന്നേറിയത്. അതിനാൽ തന്നെ അഭിനയത്തിൽ ഇടവേളയൊന്നും അനുഭവപ്പെട്ടിരുന്നില്ലെന്നും താരം പറയുന്നു. ഭർത്താവ് വികാസും പൂർണ്ണ പിന്തുണ നൽകി താരത്തിനൊപ്പമുണ്ട്. ദുബായിൽ ജനിച്ചു വളർന്ന അശ്വതി തന്റെ ഡിഗ്രി പഠനത്തിനായി കേരളത്തിലെത്തിയപ്പോഴാണ് സിനിമയിൽ അഭിനയിച്ചത്. എന്നാൽ PG കഴിഞ്ഞ് മികച്ച വേഷങ്ങൾ ലഭിക്കാത്തതിനാൽ താരം തിരികെ പോയി. കല്യാണം കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അശ്വതി ഇപ്പോൾ. ഇനി രജിഷ നായികയാകുന്ന ജൂണും ഫഹദ് ഫാസിൽ നായകനാകുന്ന ട്രാൻസുമാണ് അശ്വതിയുടേതായി പുറത്തിറങ്ങുന്ന ചിത്രം. ജൂണിൽ രജിഷയുടെ അമ്മയായിട്ടാണ് അശ്വതി വേഷമിടുന്നത്. ജൂണിന്റെ ടീസറിലും അശ്വതി എത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്.